ഡീ മാമൻ്റെ വീട്ടിലോട്ടൊന്ന് പോണ്ടേ? നാളെ അല്ലേ മാമൻ്റെ മോളുടെ നിശ്ചയം. ഇന്ന് പോവാനോ? നാളെ ആ പരിപാടി സമയത്ത് അങ്ങോട്ട് പോയാൽ പോരെ? അതെങ്ങനെ ശരിയാകൂടി? ഒന്നാമതേ 3-4 വർഷത്തെ പിണക്കത്തിന് ശേഷം വന്ന് വിളിച്ചൊരു കാര്യമാണ്. നാളത്തെ നിശ്ചയത്തിന് നമുക്ക് ഇന്നൊന്ന് പോയി ഒന്ന് മുഖം കാണിച്ചിട്ടെ നാളെ നമുക്ക് ആ സമയം അങ്ങോട്ട് പോയാൽ മതി. അതിന് ആരാ ചാച്ച ഈ 3-4 കൊല്ലം പിണങ്ങിയിരിക്കാൻ അവസരം ഉണ്ടാക്കിയത്? നിങ്ങളുടെ മാമൻ തന്നെയല്ലേ? ആണ്, അല്ലെന്നല്ല. സത്യത്തിൽ നിങ്ങളുടെ മാമന്റെ വീട്ടിലെ ഫംഗ്ഷന് പോകാൻ എനിക്ക് പേടിച്ചിട്ടാ ചാച്ച പറയുന്നത്. അവരെ വീടിന്റെ പാലുകാച്ചിന് പോയപ്പോഴത്തേക്കും അത്രയും നേരം മുമ്പിൽ വെച്ച് എന്തൊക്കെയാ വിളിച്ചു കൂവിയത്. നമുക്ക് വീടില്ല, അവർക്ക് വീട് വെച്ചോണ്ട് നമുക്ക് അതിന് കുശുമുണ്ട്. എന്തിനാ? കൊടുത്ത പൊലിവിന് പോലും നാണം കെടുത്തിയല്ലേ വിട്ടത്. അന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാ. പിന്നെ 4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നിങ്ങളുടെ മാമ ഈ വീട്ടിലോട്ട് വരുന്നത്. ഇനി ഈ ഫംഗ്ഷന് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴേ വെപ്രാളം എടുക്കുന്നു. അതുമാത്രമാണോ? നിങ്ങളുടെ മാമ നമ്മളെ തക്കം കിട്ടുമ്പോഴെല്ലാം അപമാനിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ കണക്ക് പറയാൻ നിന്നാൽ ഇപ്പോഴൊന്നും തീരത്തില്ല. എന്നിട്ട് പിണക്കം മൊത്തം അവർക്കുവാ നമ്മളോട്. ഡീ നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പോൾ വന്നപ്പോഴേ എന്ത് സ്നേഹത്തോടെ നമ്മളോട് സംസാരിച്ചത്. അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞാരേ. പ്രായമുള്ള മനുഷ്യനല്ലേ. അതുമല്ല ആ പഴയ സ്വഭാവമൊക്കെ അങ്ങ് മാറി കാണുമടി. മാറും. പാമ്പിന് എത്ര പാല് കൊടുത്താലുവേ അതിൻ്റെ വിഷം മാറത്തില്ല. അതുപോലെ ചിലരുടെ ശത്രുത. എത്ര സ്നേഹം നടിച്ച് വന്നാലുവേ അവരെ ഉള്ളിലുള്ള വിഷവേ ഒരവസരം കിട്ടുമ്പോൾ പുറത്തെടുക്കുക തന്നെ ചെയ്യും. ഡീ നീ പറഞ്ഞ എല്ലാം ശരിയാ. നമ്മളെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങ് വിട്ട് കളഞ്ഞാരടി. അങ്ങ് ഒരു പങ്കജൻ്റെ കാര്യമല്ലേ, അങ്ങ് ക്ഷമിച്ചേരെ. നമുക്ക് ക്ഷമിക്കാൻ കഴിയുമോ ചാച്ച അവരോട്? പക്ഷേ ചിലതൊന്നും നമുക്ക് മറക്കാൻ കഴിയത്തില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. നമുക്ക് പോകുന്നെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് വരാം, എനിക്ക് കുഴപ്പമില്ല.